എബ്രായ വിശ്വാസികളെ പറ്റി പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഇവരിൽ സിംഹഭാഗം ആൾക്കാരും യഹൂദ മതത്തിൽ നിന്ന് ഈ നസ്രായ മാർഗത്തിലേക്ക് വന്നവരാ. യഹൂദ മത ആചാര അനുഷ്ഠാനങ്ങൾ വിട്ട് ഇവര് ഈ മാർഗത്തിലേക്ക് വന്നു, യേശുവിൻ്റെ പുറകെ വന്നു. നമുക്കറിയാം യഹൂദന് വിശേഷതകൾ പലതുണ്ട്. യഹൂദ ജാതി ദൈവത്തിൻ്റെ പ്രത്യേക ജാതിയാ. അബ്രഹാം എന്ന വ്യക്തിയിൽ നിന്നാണ് ഈ ജാതി, ഈ വംശം, ഈ ജനനദികൾ ആരംഭിക്കുന്നത്. അബ്രഹാമിൽ നിന്ന് നിങ്ങൾക്കറിയാം ഇസഹാക്ക്, ഇസഹാക്കിൽ നിന്ന് യാക്കോബ്, യാക്കോബിൽ നിന്ന് 12 ഗോത്ര പിതാക്കന്മാർ. അവരിൽ നിന്നാണ് ഈ ജാതി, ഈ വംശം, ഈ സമൂഹം വർദ്ധിച്ചു വരുന്നത്. ഇതുപോലെ ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ എന്നാണ് ആവർത്തന പുസ്തകത്തിലും പുറപ്പാടിലുമൊക്കെ എടുത്തിവരെ പറ്റി പരാമർശിച്ചിരിക്കുന്നത്. ഇതുപോലെ ശ്രേഷ്ഠ ജാതി, ഇവർക്ക് ഒത്തിരി ഗുണഗണങ്ങളുണ്ട്. യഹൂദനെ എവിടെ വെച്ച് കണ്ടാലും അറിയാം. അവൻ്റെ നടപ്പും എടുപ്പും ഉടുപ്പും പോക്കും വരവും സംസാരവും ശൈലിയും പ്രകൃതിയും പ്രകൃതവും എല്ലാം ഏത് ആൾക്കൂട്ടത്തിൽ വെച്ച് കണ്ടാലും യഹൂദനെ അറിയാം. ഇപ്പൊ പണ്ടൊക്കെ നമ്മളെ പെന്തിക്കോസുകാരെ എവിടെ വെച്ച് കണ്ടാലും അറിയാം. ഇപ്പൊ അങ്ങനെ ഇപ്പൊ അറിയത്തില്ല. കാരണം പണ്ട് രണ്ട് പെന്തിക്കോസുകാർ കണ്ട ആ റോഡിന് അപ്പുറം ഒരു പെന്തിക്കോസുകാരൻ, ഇപ്പുറം ഒരു പെന്തിക്കോസുകാരൻ. അപ്പൊ കണ്ടോണം ലൂയ അപ്പുറം ഇപ്പുറം നിന്ന്. ഇന്നിപ്പോ അങ്ങനെ ഒന്നില്ല. ഇപ്പൊ എല്ലാം കൂടെ എല്ലാം ചെറുതുരുത്തി നിറങ്ങിയതാ. ചെറുതുരുത്തി ഇവിടെ കലാമണ്ഡലം, അവിടെ ആണല്ലോ മൊത്തം കൈക്കറിയകൾ കാണിക്കുന്നത്. മിണ്ടുകയല്ല. എന്തിന്? റോഡിനക്കരെ ഒരു സഭയിരിക്കുന്നവർ തമ്മിൽ മിണ്ടുന്നില്ലല്ലോ, പിന്നെ ആ റോഡിനക്കരെ കയറി. അപ്പൊ പണ്ട് 2 പേര് തമ്മിൽ കണ്ട അല്ലേ ലൂയ എന്നൊക്കെ പറയും. ഇപ്പം അറിയത്തില്ല, കൂട്ടിയിടിച്ചാൽ പോലും അറിയല്ല. പിന്നെ ചിലർ ഇങ്ങോട്ടിരിക്കുമ്പോൾ സ്തോത്രം, വിശ്വാസത്തില്ല അല്ലയോ, പിന്നെ മിണ്ടുകയല്ല, അതിൽ അങ്ങ് പോവുക. എന്നാൽ അന്ന് ഈ തീഷ്ണതയോടെ നിൽക്കുന്ന സമയത്ത് കാണുമ്പോൾ ഒരു സന്തോഷവും ഒരു തുടിപ്പുമൊക്കെയാ. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ഉൾക്കൊണ്ടാലും ഉൾക്കൊണ്ടില്ലെങ്കിലും യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്, അതുപോലെ രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലിനെ കാണുമ്പോൾ അകത്ത് തുടിപ്പുണ്ടാകും. അത് സഭ നോക്കിയോ ബോർഡ് നോക്കിയോ സംഘടന നോക്കിയോ ഒന്നുമല്ല. നീ ശരിക്കും രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഒരു ദൈവപൈതലിനെ കാണുമ്പോൾ നിനക്ക് സന്തോഷമുണ്ടാകും. ആ സന്തോഷം വരുന്നില്ലെങ്കിൽ എന്തോ പാകപ്പെടയുണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എന്തായാലും ഒരു കാര്യം പറയാം, ഇവര് ശ്രേഷ്ഠതയുള്ള ജാതിയായി യഹൂദൻ. യഹൂദന്റെ വിശേഷത നിങ്ങൾക്കറിയാം. ഒരു വാക്യം വായിച്ചോ, ഒത്തിരി ഉണ്ട്. ഇപ്പോൾ ഒരു വാക്യം വായിച്ചാൽ മതി. റോമാലേഖനം 9:3 വായിച്ച് യഹൂദന്റെ വിശേഷതകൾ, അവരുടെ ശ്രേഷ്ഠതകൾ, അവിടെ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തി വായിച്ച്. റോമാലേഖനം 9:3. പരുവക്കേടാന്ന് ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാകുവാൻ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു. അടുത്ത വാക്യം, അവർ ഇസ്രായേലിയർ. അപ്പൊ ഇവരെ പറ്റി പറയാം. അവര് ഇസ്രായേലിയർ, യഹൂദനെ പറ്റിയാ. അവര് ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണങ്ങളും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്ക് വേണ്ടി മാത്രമുള്ളതാ. അപ്പൊ പുത്രത്വവും ന്യായപ്രമാണവും നിയമങ്ങളും ആരാധനയും വാഗ്ദത്തങ്ങളെല്ലാം അവർക്ക് വേണ്ടി മാത്രമുള്ളതാ. നമുക്കിതില്ലായിരുന്നു. അതിന്റെ കാരണം പറയാം, നമ്മള് ന്യായപ്രമാണം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ശത്രുക്കളാ. യഹൂദനെ ന്യായപ്രമാണം വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മളല്ല ശത്രുക്കളാ. അവരാണ് ദൈവത്തിൻ്റെ അടുത്ത ആൾക്കാർ. അപ്പൊ ഈ വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും ന്യായപ്രമാണവും ആരാധനയെല്ലാം അവത്തുങ്ങൾക്കാ. നമുക്ക് മുഴുവൻ ശാപവും പിരാക്കുക. ന്യായപ്രമാണം ഈ യഹൂദനെ നോക്കി അങ്ങ് അനുഗ്രഹിക്കും. യഹൂദനെ നോക്കി ന്യായപ്രമാണം അങ്ങ് അനുഗ്രഹിക്കുക. യഹൂദനോട് പറയും, ന്യായപ്രമാണം വന്നിച്ച് പറയും, പട്ടണത്തിൽ നിന്നെ അനുഗ്രഹിക്കും, വയലിൽ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും കൊട്ടയും മട്ടിയെല്ലാം ദൈവം അനുഗ്രഹിക്കും, നിന്റെ കന്നുകാലികളുടെ പേറും ആടുകളുടെ പേറും പുറപ്പുമെല്ലാം അനുഗ്രഹിക്കും, നിന്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെടും, നിന്റെ സന്തതിയെ അനുഗ്രഹിക്കും. ശത്രു ഒരു വഴി കടന്നു വരും, 7 വഴി എതറിപ്പോകും. തേനീച്ച പോലെ വരുന്ന അയിരിയെ മുൾത്തി പോലെ കെടുത്തിക്കളയും. അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. ഇതാണ് യഹൂദനെ നോക്കി പറയുന്നത്. നമ്മളെ നോക്കി പറയുന്നതോ നേരെ തിരിച്ചാ. വേച്ചാ നിന്റെ പട്ടണത്തിൽ നീ ശപിക്കപ്പെടും, നീ കുടുംബത്തിൽ തിരിച്ചു വരാനൊക്കെ എന്ന് തോന്നുന്നില്ല. നമ്മളെ നോക്കി അതാ പറയുന്നത്.
നിന്റെ കുഞ്ഞുങ്ങളെല്ലാം കാലാപ്പുറ തല്ലിപ്പോകും, ഒരെണ്ണം പോലും ഗുണം വരികയല്ല. ഇതാ നമുക്ക് തന്നിരിക്കുന്നത്. നീ പെരയ്ക്കകത്ത് വരുമ്പോഴും നിലവിളി, മുറവിളി, അയ്യംവിളി ആയിരിക്കും. നീ വെളിയിലിറങ്ങിയാലും നിന്നെ ആരെങ്കിലും തല്ലും. നിന്റെ പാടത്തെല്ലാം മുഞ്ഞ വീണ് പോകും. ഒരു കുരു നെല്ല് പോലും എടുക്കാൻ നിനക്ക് ഇടയുണ്ടാകുകയില്ല. ഇതൊക്കെ ശപിക്കുക നിന്ന്. നിന്റെ തൊട്ടിക്കകത്ത് വെള്ളവും കാണുകയില്ല, കൊട്ടയ്ക്കകത്ത് അപ്പവും കാണുകയില്ല, മട്ടിക്കകത്തും കാണുകയില്ല, കലത്തിൽ മാവും കാണുകയില്ല, നിന്റെ ഭരണിക്കകത്ത് എണ്ണയും നീ മുടിഞ്ഞ് മുണ്ടക്കോല് തല്ലും. ഇതാ ശാപമാണ്. ഇത് യഹൂദന് ഇത് അനുഗ്രഹം അങ്ങോട്ട് കൊടുക്കുമ്പോൾ നേരെ തിരിഞ്ഞ് നമുക്ക് ശാപമായി പറയുന്നത് മുഴുവൻ. എന്നാൽ ആ ശാപങ്ങളെ അവൻ അനുഗ്രഹമാക്കി തീർത്തതാണ് കാൽവറിയിൽ വെച്ച്. ആ ന്യായപ്രമാണമെന്ന ശത്രുത്വം യേശുക്രിസ്തുവിന്റെ കാൽവറിയിലെ ദിവ്യ മരണത്താൽ ആ ശത്രുത്വം മാറ്റി നമ്മളെ പുത്രരാക്കി തീർത്തു. അതൊക്കെ ഓർത്താൽ ഇങ്ങനെ കയ്യും കെട്ടി ആള് കളിച്ച് വായും പൂട്ടിയിരിക്കാൻ ഒക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്നാലും ഈ മഞ്ഞും പിടിച്ച് വന്നിരിക്കുന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. പണ്ടൊരു തമിഴ് സഹോദരൻ പറഞ്ഞു, എന്നെ അപ്പം നനച്ച ആ പുലിയെ പിടിക്കും, ഉയര് പോയാലും നനയ്ക്ക മാട്ടെ. എൻ്റെ അപ്പം വിചാരിച്ച പുലിയെ പിടിക്കും, പക്ഷെ ജീവൻ പോയാലും അപ്പൻ വിചാരിക്കത്തില്ല. ഇതൊക്കെ ഓർത്താൽ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് നൃത്തം ചെയ്യണം, പക്ഷേ നിങ്ങൾ ഓർക്കുന്നില്ല. അതാണ് അതിലെ വിഷയം. എന്തായാലും ഒരു കാര്യം പറയാം, ഈ അനുഗ്രഹങ്ങളെല്ലാം യഹൂദന് കൊടുത്തതാ. ഒന്നുകൂടെ വായിച്ചോ, 3-ാം വാക്യം മുതൽ, റോമാലേഖനം 9:3. അറിവുള്ള വാക്യമെങ്കിലും ഉറക്കെ വായിച്ചോ. ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാവാൻ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു. അവർ ഇസ്രായേലിയർ, അവര് ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്ക് മാത്രമുള്ളത്. അടുത്തത് പിതാക്കന്മാരും അവർക്കുള്ളവർ. അതാ പിതാക്കന്മാരല്ല അവർക്കാണ്, നമുക്കല്ല. അവിടെ പിതാക്കന്മാരെന്ന് ഉദ്ദേശിക്കുന്ന അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. അവർ പ്രാർത്ഥിക്കും, അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കും. അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെയും യാക്കോബിന്റെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ദൈവം എന്നൊക്കെ അവരാ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ അങ്ങനെ കയറി ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമെന്നൊന്നും കയറി പ്രാർത്ഥിക്കരുത്. പെന്തിക്കോസുകാരോടായി പറയുന്നത്. അത് അവർ പ്രാർത്ഥിക്കും, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ. അത് അവർക്ക് അതിന് വ്യവസ്ഥയുണ്ട്. നമ്മൾ കയറി ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്ന് പറഞ്ഞാൽ പല കക്ഷികൾ നമ്മുടെ യോഗത്തിന് വരും. കുന്തം എടുത്തോണ്ട് ആൾ വരും. എന്തിനാ എന്നെ വിളിച്ചെന്ന് ചോദിക്കും. നിങ്ങൾക്ക് മനസ്സിലായില്ല. ചാക്കോച്ചൻ എന്നെ വിളിച്ചു. നമ്മൾ പറയുമോ ഞങ്ങൾ വിളിച്ചില്ല, അല്ല നിങ്ങൾ പ്രാർത്ഥിച്ചും പറഞ്ഞ് പിതാക്കന്മാരുടെ ദൈവമെന്ന് അങ്ങനെ പറഞ്ഞു. ഞങ്ങളുടെ പിതാക്കന്മാർ അവിടെ വന്നതാ, ഇടത്തുവാ സൈഡിലൊക്കെ. അപ്പം അതുകൊണ്ടാണ് വിളിച്ചപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ഇടത്തുവാ പുതുപ്പള്ളി സൈഡിലൊക്കെ വന്നതാ. അതുകൊണ്ട് കയറി വിളിക്കരുത്. അതുകൊണ്ട് നീ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പിതാക്കന്മാരുടെ ദൈവമെന്ന് വിളിക്കണ്ട, ഇങ്ങനെ പ്രാർത്ഥിക്കണം, എൻ്റെ ദൈവമെന്ന് വിളിക്കണം. രക്ഷ വ്യക്തിപരമാണ്. ഞാനും നീയും അല്ലെങ്കിൽ നമ്മൾ വ്യക്തിപരമായിട്ട് ആ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചത്. എൻ്റെ ദൈവം, പ്രൈസ് ദി ലോർഡ്. അതാ അതിൻ്റെ ശരിയായ വ്യവസ്ഥ. അതാ നമുക്ക് ആ ദൈവവുമായിട്ട് ബന്ധം. അപ്പോൾ ഇത് പിതാക്കന്മാരെല്ലാം അവർക്കുള്ളതാ. പിതാക്കന്മാരും അവർക്കുള്ളത്. അടുത്തത് ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. ഇങ്ങനെയുള്ള വിശേഷതകൾ, ശ്രേഷ്ഠതകൾ ഒത്തിരി എബ്രായ ജാതിക്ക്, യഹൂദ ജാതിക്കുണ്ട്. എന്നാൽ ഇതെല്ലാം വിട്ടതിന് ശേഷമാ ഇവരേശുവിന്റെ പിറകെ വന്നത്. ജാതിയിൽ ഇവർ മുൻപന്തിയിൽ മാത്രമാണോ? ദൈവാലയം ഇവർക്കുള്ളതാ. അത് വളരെ മനോഹരമായി പണിതായ ശലോമോന്റെ ദേവാലയം. ആ ദേവാലയം ഇവർക്ക് വളരെ പ്രശംസാ വിഷയമാണ്. അതുകൊണ്ടാണ് യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം എന്ന് ഇവർ കൂടെ പറയും. ആ ദൈവാലയത്തെ പറ്റി ഇവർക്ക് പ്രശംസയുണ്ട്. ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. കർത്താവിന്റെ മഹത്വം 3 ഭാഗങ്ങളായിട്ട് വളരെ പ്രൗഢിയോടെ പണിത ദൈവാലയം. മാത്രമല്ല പുരോഹിത വൃന്ദങ്ങൾ നിരനിരയായി നിന്ന് ശുശ്രൂഷിക്കുന്ന പുരോഹിതന്മാർ. അത് അബിയാക്കൂർ മുതൽ സെക്കറിയാക്കൂർ വരെ 24 കൂറിന്റെ ക്രമത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന പുരോഹിത വൃന്ദങ്ങൾ. മാത്രമല്ല മഹാപുരോഹിതൻ ഇതെല്ലാം നിയന്ത്രിക്കുവാനും നടത്തിപ്പുകാരനായിട്ട് സ്ഥാനചിഹ്ന വേക്ഷ വിഭൂഷിതനായിട്ട് പുള്ളി ഇറങ്ങി വരും. നീളക്കുപ്പായ, നെലിയെങ്കിൽ നടുക്കെട്ട്, ഏബോധ്, മാർപ്പതക്കം, പിന്നെ തലമുടി ഉള്ളെങ്കിൽ മേലെങ്കിൽ തലയെക്കെട്ട്, ഇതൊക്കെ കെട്ടി പുള്ളി ഒരു വരവുണ്ട്. കണ്ടാൽ തന്നെ നമ്മൾ ഇങ്ങനെ വെക്കും. വരവൊക്കെ കാണുമ്പോൾ തന്നെ. അപ്പം മഹാപുരോഹിതൻ ഒരു വരവുണ്ട് വല്ലപ്പോഴും. മാത്രമല്ല യെരൂശലേം പള്ളി, ഇതിനകത്തെ ഉപകരണങ്ങൾ മിക്കതും പൊന്നുകൊണ്ടും തങ്കം കൊണ്ടും തീർത്തതും പൊന്നിനാൽ പുതിയപ്പെട്ടതും തങ്കത്താൽ നിർമ്മിക്കപ്പെട്ടതുമായ ഉപകരണങ്ങൾ. മാത്രമല്ല കോടിക്കണക്കിന് വിലമതിക്കുന്ന സ്ഥാപന ജംഗമ വസ്തുക്കൾ പള്ളിയിലും പള്ളിക്കകത്തും. പിന്നെ അതിന്റെ ചുറ്റുപാടുകൾ എന്ന് ജാതികൾ ശ്രേഷ്ഠത. ഇങ്ങനെയൊക്കെ ഒത്തിരി 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 വിശേഷതയുണ്ട്. എൻ്റെ ഭാഷ പറഞ്ഞാൽ നല്ല ഒന്നാന്തര സെമിത്തേരി.
അത് കണ്ടാൽ തന്നെ ചാകാൻ തോന്നും. നമ്മുടെ നിമിത്തിയാരിൽ ആരെങ്കിലും ചത്ത് കഴിയുമ്പോൾ ആ 3 പേരെ വിടുന്നത് വേവിച്ചാൽ പെട്ടെന്ന് പോയാൽ കമ്മ്യൂണിസ്റ്റ് പക്ഷി എല്ലാം കയറി കാണും, കാട് തെളിച്ചു വരാൻ. സ്തോത്രം. പ്രത്യേക സ്ഥലമൊക്കെയാണ്, അങ്ങോട്ട് പോകാറില്ല, ഇങ്ങനെയുള്ള സംഭവങ്ങളിലേ പോകുള്ളൂ. അവരുടെ സെമിത്തേരി നിങ്ങൾ കണ്ട് എന്തോ നല്ല വൃത്തിയായിട്ടായിട്ടിരിക്കുന്നത്, മാർബിൾ കല്ലുമൊക്കെ ആയിട്ടാണ്. പേര് തോമ, പഴയ വീട്. കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് ഇവിടെ നിന്ന് എത്താൻ കൊള്ളാമെന്ന് തോന്നും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം അത്ര ശ്രേഷ്ഠമേറിയ ഒത്തിരി കാര്യങ്ങൾ ഇവർക്കുണ്ട്. എന്നാൽ ഈ യഹൂദ ജാതി, എബ്രായ ജാതി ഇതെല്ലാം വിട്ടതിന് ശേഷം ഇവരേശുവിന്റെ പിറകെ വന്നു, ഈ മാർഗത്തിലേക്ക് വന്നു. അപ്പോൾ ആരംഭ സമയത്ത് ഇവരെല്ലാം തീക്ഷ്ണതയോടെ കർത്താവിനെ സേവിച്ചവരാ. ആരാ? എബ്രായ ക്രിസ്ത്യാനികൾ. പ്രാരംഭ സമയത്ത്, ആരംഭ സമയങ്ങളിലൊക്കെ വളരെ ഉണ്മയോടെ, തീക്ഷ്ണതയോടെ, ശക്തിയോടെ, വളരെ ഉത്സാഹത്തോടെ കർത്താവിനെ സേവിച്ചവരാ. 2 വാക്യം വായിച്ചോ. ആരംഭത്തിൽ ഇവരുടെ തീക്ഷ്ണത 10-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യവും 6-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള തിരുവെടുത്ത് വന്ന് വായിച്ചേ. 10-ന്റെ 32 ആദ്യം വായിക്കാം. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും നിന്ദകളാലും കൂത്തുകാഴ്ചയാലും പീഡകളാലും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവീൻ. അപ്പോൾ നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായാലും കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം എന്ന് പറഞ്ഞാൽ ആരംഭ സമയത്ത് ഈ വിധത്തിൽ പോരാടി നിന്നവരാ. ആരാ? എബ്രായ വിശ്വാസികൾ. അവിടെ ഒരു പദം ശ്രദ്ധിച്ചോ. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം. എന്തുവാ വാക്കിന്റെ അർത്ഥം? സാക്ഷാൽ വെളിച്ചമാകുന്ന യേശുവിനെ നിങ്ങൾ ഉള്ളത്തിൽ ഏറ്റെടുത്തതിന് ശേഷം. സാക്ഷാൽ വെളിച്ചം യേശുവാ. ഇന്ന് രാത്രി ഇരുട്ടിൽ തപ്പി നടക്കുന്ന, ഇരുട്ടിൽ തപ്പിത്തേടി വെട്ടം തേടി വെളിച്ചം തേടി നടക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നീ എങ്ങോട്ടും പോകണ്ട. ലോകത്തിന്റെ വെളിച്ചമാകുന്ന യേശുവിന്റെ അടുക്കൽ വന്നാൽ നിന്റെ ജീവിതം പ്രകാശപൂരിതമാകും. നിന്റെ കുടുംബത്തിന്റെ അന്ധകാരം മാറും, ദേശത്തിന്റെ അന്ധകാരം മാറും. കാരണം അവൻ സാക്ഷാൽ വെളിച്ചമാകുന്ന യേശുവിനെ ഉയർത്തുക. രാവിലെ പാടുന്ന ഒരു പാട്ടുണ്ട്, സൈമൺ സാറിൻ്റെതാ. പാടിയിട്ടുള്ളവർക്ക് അറിയാം. ഇപ്പം അങ്ങനെ മിക്ക വീട്ടിലും അങ്ങനെ രാവിലെ വലിയ പാട്ടൊന്നും എല്ലാ വീട്ടിലും ഒന്നുമില്ല. ഉണ്ട് ചിലയിടത്ത്. അതുകൊണ്ട് ഇപ്പം പിള്ളേർക്ക് ആണെങ്കിലും പാട്ടൊന്നും അറിയത്തില്ല. പണ്ടൊക്കെ പെന്തിക്കോസുകാരുടെ വീടിൻ്റെയൊക്കെ വാതിൽക്കൽ കൂടെ പോകുമ്പം വെളുപ്പിനെ പാട്ട് കേൾക്കാം. ഏത് പാട്ടാണ് സാധാരണ കേൾക്കുന്നേ? ഏതാ ജോസേ? പണ്ട് കേൾക്കും മനമേ പക്ഷി. ഇന്നിപ്പോ ചിലടത്ത് പാടും 8:30 ആകുമ്പോഴാ മനമേ പക്ഷി പക്ഷി അറബിക്കടൽ കടന്ന് മസ്കറ്റ് അടുക്കാറായി. എന്നാലാ നമ്മൾ ഇവിടെ ഇരുന്ന് അൽപ്പാറ ഇരുന്ന് പാടുക മനമേ. പക്ഷിയൊക്കെ വെളുപ്പിനെ എഴുന്നേക്കും. അപ്പോൾ വെളുപ്പിനെ പാടുന്ന വേറൊരു പാട്ടുണ്ട്. വെളിച്ചത്തിൻ കത്തിരുകൾ വിളങ്ങും ഈ അത് ജോസിന് അറിയത്തില്ലേ പാട്ട്? പിന്നെ പാടിക്കേ. വെളിച്ചത്തിൻ കത്തിരുകൾ വിളങ്ങും ഈ സമയത്ത് വെളിച്ചമാം യഹോവയെ സ്തുതിക്കണം അവൻ ജനം. വെളിച്ചമാം യഹോവയെ സ്തുതിക്കണം അവൻ ജനം. ഇരുട്ടൊഴിഞ്ഞ വനിയിൽ തിളക്കമിങ്ങുദിക്കുന്നു. ഓ ഇരുട്ടൊഴിഞ്ഞ വനിയിൽ തിളക്കമിങ്ങുദിക്കുന്നു. വെളിച്ചമാം മശീഹായി വിധം നമ്മിലുദിക്കണം. ആമേൻ. വെളിച്ചമാം മശീഹായി വിധം നമ്മിലുദിക്കണം. അപ്പോൾ സാക്ഷാൽ വെളിച്ചം, സാക്ഷാൽ തേജസ് അത് കർത്താവാകുന്ന യേശു ക്രിസ്തു. അതുകൊണ്ടാ പൗലോസ് എബ്രായർ 10:32 പറയുക, എന്നാൽ നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം, നിങ്ങൾ യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്തതിന് ശേഷം, നിങ്ങൾ കർത്താവിനെ കൈക്കൊണ്ടതിന് ശേഷം, ആ രക്ഷയ്ക്ക് ശേഷം നിന്ദകൾ, പീഡകൾ, കൂത്തുകാഴ്ച ഇതെല്ലാം ഇതിനകത്തുണ്ട്. നിന്നയുണ്ട്, പീഡയുണ്ട്, കൂത്തുകാഴ്ചയുണ്ട്. പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ മാനാപമാനങ്ങളുമുണ്ട്, ദുഷ്കീർത്തി സൽകീർത്തി എല്ലാം
ഇതിനകത്തുണ്ട്. പക്ഷെ തളർന്നു പോകരുത്, ക്ഷീണിക്കരുത്. അവൻ തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് കൊയ്യും. ക്ഷീണിക്കരുത്, മടുത്തു പോകരുത്. അപ്പൊ ശ്രദ്ധിക്കുക, ഇങ്ങനെയൊക്കെ ആരംഭ സമയത്ത് തീക്ഷണതയോടെ നിന്നവരാ, വളരെ പോരാട്ടം കഴിച്ചവരാ. ഈ പെന്തിക്കോസി വന്ന് ആരംഭ സമയത്തൊക്കെ ഒത്തിരി തല്ലും ഉപദ്രവമൊക്കെ ഏറ്റ് ധാരാളം ആൾക്കാരുണ്ട്. ഞാനെപ്പോഴും പറയും, പണ്ടൊക്കെ ആഭരണം ഊരിയെന്നും പറഞ്ഞ് ഇടി കൊണ്ട വല്യമ്മച്ചിയുണ്ട്. ഞങ്ങളുടെ ഒരു കുഞ്ഞാച്ചമ്മേനെ കുനിച്ച് കുടുംബിക്ക് കുത്തിപ്പിടിച്ച് കുനിച്ച് നിർത്തിയ ചൈടിച്ച കൊച്ചമ്മ യോഗത്തിന് പോയി ഉണർവുണ്ടായി, രക്ഷിക്കപ്പെട്ടു, അഭിഷേകവും പ്രാപിച്ചമ്മം അമ്മലുമാല എല്ലാവരും മാറ്റി. ആരും പറഞ്ഞിട്ടല്ല, അകത്ത് ആത്മാവ്, ദൈവാത്മാവ് വന്നപ്പോൾ ഇത് തെറ്റാന്ന് മനസ്സിലായി. കൊച്ചമ്മ അതെല്ലാം ഊരി വീട്ടിൽ വന്നപ്പം അച്ചായ നോക്കിയപ്പം പരുവക്കേട് നീക്കിയ ഈ എന്നോട് പറഞ്ഞ കുടുംബിക്ക് അങ്ങോട്ട് കൂട്ടിപ്പിടിച്ച് കുനിച്ച് നിർത്തിയച്ച പുറത്തിനിട്ട് ഇടിച്ചത്. നീ കെട്ടുതാലിയും പൊട്ടിച്ചു നടക്കുന്നോ? ഇടടിയെന്ന് പറഞ്ഞു. കൊച്ചമ്മ പറഞ്ഞ എന്നെ കൊന്നാ ഞാൻ ഇടുകയല്ലെന്ന് പറഞ്ഞു. അതാ പെന്തിക്കോസ്. എന്നെ തല്ലി കൊന്നാ ഇടുകയല്ലെന്ന് പറഞ്ഞു. അവറാച്ചൻ ഇടി ചൂപ്പാട് വന്നതല്ലാതെ കുഞ്ഞാച്ചമ്മ ഇട്ടില്ല. ചില വർഷം കഴിഞ്ഞപ്പോൾ ഇടിച്ച് അവറാച്ചൻ ഇതിനകത്ത് വന്നു. അതാ പെന്തിക്കോസ്. പക്ഷെ ഇപ്പൊ അങ്ങനെ ഊരിയ കൊച്ചമ്മയുടെ കൊച്ചുമക്കള് മോതിരമെല്ലാം ഇട്ട് പരുവക്കേടായിട്ട് നടക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. മിണ്ടുന്നില്ലല്ലോ ആരും. എന്നാ മിണ്ടാനാ ഇനിയിപ്പം, മിണ്ടിയിട്ടും വലിയ കാര്യമൊന്നും. കേരളത്തിൽ കർക്കശമായി ഉപദേശം പ്രസംഗിച്ച പല ആൾക്കാരും മറ്റ് രാജ്യങ്ങളിൽ ചെന്ന് പരുവക്കേടായിട്ടിരിക്കുന്ന കാര്യം ചിലതൊക്കെ ഞാൻ കണ്ടതാ. CB മാത്യു സാറും ചിലത് കണ്ടതാ. നമ്മൾ ഒന്നിച്ച് അവിടെ താമസിച്ചപ്പോഴും സാക്ഷി, ഞങ്ങൾ ഒരു സ്ഥലത്ത് ഒന്നിച്ച് താമസിച്ചാലും വഴക്കൊന്നും ഉണ്ടാക്കിയില്ലേ? സ്തോത്രം. കുറ്റം പറയല്ല. ആരംഭ സമയത്ത് ഉപദേശത്തിന് വേണ്ടി, ഈ പ്രമേണത്തിന് വേണ്ടി, ഈ വേർപാടിന്റെ ഉപദേശത്തിന് വേണ്ടി നിന്നു. അവർ ആരംഭത്തിൽ പോരാട്ടം കഴിച്ചവരാ. കല്യാണപ്പന്തലിൽ നിറക്കി വിട്ടിട്ടുണ്ട്, പാട്ട കൊട്ടി കളിയാക്കി പരിഹസിച്ചു, ചേണകമെല്ലാം തളിച്ചിട്ടുണ്ട്, വീട്ടിലെ മറ്റു കാര്യങ്ങൾക്ക് വിളിച്ചിട്ടില്ല. പക്ഷെ അവരാരും ഈ മാർഗത്തിൽ നിന്ന് പിന്മാറിയില്ല. അതാ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച. ഞാൻ ഈ 3, 4 തലമുറയോട് പറയാ, നീ ഈ വേർപാടിന്റെ ഉപദേശത്തിന് വേണ്ടി നിൽക്കണം. നാടോടുമ്പോ നടുവേ ഓടരുത്. നീ ഈ പ്രമേണത്തിന് വേണ്ടി നിന്നാൽ നിനക്കും നിന്റെ സന്തതിക്ക് ഒരു കുഴപ്പവും വരികയില്ല. ദൈവം നിന്നെ ഉയർത്തും, ദൈവം നിന്നെ മാനിക്കും, അതിനൊരു തർക്കവുമില്ല. അപ്പോൾ ആരംഭ സമയത്ത് വളരെ പോരാട്ടം കഴിച്ചു. അടുത്ത കാലത്ത് ഒരു കൊച്ചുമക്കൾ ആഭരണം വിടാൻ തുടങ്ങി. അപ്പം വല്യമ്മച്ചി പെന്തിക്കോസുകാരി, പഴയ പെന്തിക്കോസ, ഊരിയ പെന്തിക്കോസ വല്യമ്മ. 2ാം തലമുറ വന്നപ്പോൾ പറഞ്ഞു, ഊരണ്ട, ഇടുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല. 3ാം തലമുറ വന്നപ്പോൾ ഇട്ടോണ്ട് വന്നു. ഇങ്ങനെ ഇപ്പം വന്നോണ്ടിരിക്കുന്നത്. അപ്പൊ 1ാം തലമുറക്കാരി അമ്മയുണ്ട്. അമ്മയോട് ചോദിച്ചു, കൊച്ചമ്മ ഇത് എങ്ങനെ? ഇച്ചിരിയൊക്കെ ഇടാമെന്ന്. കൊച്ചമ്മയല്ലേ പണ്ട് പറഞ്ഞത് ഊരണമെന്ന്. അത് ഏതാണ്ട് അബദ്ധമല്ല, അങ്ങ് വന്നു പോയെന്ന്. എന്തോ ചെയ്യും? ആട്ടെ, ഞാൻ ഇടയ്ക്ക് കയറി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ വിഷയം അതല്ലല്ലോ. നാളെ വാ. ഇന്ന് ഇപ്പം ആദ്യ ദിവസമല്ലേ, അവിടെ നിൽക്കട്ടെ. അപ്പൊ ആരംഭകാലത്ത് വളരെ പോരാട്ടം കഴിച്ചവരാ. എന്നാൽ നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവകാലം വളരെ തീക്ഷ്ണതയോടെ നിന്നു. ഇനി അവരുടെ തീക്ഷ്ണതയുടെ വിശേഷത 6-ാം അധ്യായത്തിന്റെ 9 മുതൽ എന്ന് വായിച്ച ദൈവദാസനെ. 6ന്റെ 9 മുതൽ എബ്രായർ. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു എങ്കിലും നിങ്ങളെക്കുറിച്ച് ശുഭമേറിയത്. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതിന്റെ രക്ഷയ്ക്ക് ഉതകുന്നെന്നും വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രവർത്തിക്കും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവന്തക്കൊണ്ട് അനീതിയുള്ള ദൈവമല്ല. എല്ലാം വിവരിക്കുന്നില്ല. ഈ 2 വാക്യങ്ങൾ പഠിക്കുമ്പോൾ ആരംഭ സമയത്ത് തീക്ഷ്ണതയോടെ, ഉണ്മയോടെ, ഉശിരോടെ വളരെ ശക്തമായി കർത്താവിന് വേണ്ടി നിന്നവരാ എബ്രായ ക്രിസ്ത്യാനികൾ. എന്നാൽ ചില കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർക്ക് തോന്നി ഈ വിട്ടുപോകുന്നത് അബദ്ധമായി, ഉപേക്ഷിച്ചത് മണ്ടത്തരമാ, വേണ്ടാന്ന് വെച്ചത് അബദ്ധമായി. ഇവർ ക്ഷീണിച്ചതിന് 2 വാക്യമാ സാധാരണ തെളിവ്. 6ന്റെ 12ഉം 12ന്റെ 12ഉം വായിച്ചു. ആദ്യം 12 വായിക്കുക, അല്ലെ 6-12 വായിച്ചു. 6-12 വായിക്കും. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ. അപ്പൊ മന്ദതയായി, ക്ഷീണമായി, ഒരു ചെറിയ മന്ദത. ഇരിപ്പ് കാണുമ്പോൾ അറിയാം മന്ദതയായി. പിന്നെ നോട്ടോ ഇരിപ്പോ തൂങ്ങിച്ചത്ത പോലെ യോഗത്തിന് വന്നിരിക്കുന്നത്, ഒരു മന്ദതയായി.
പണ്ട് അങ്ങനല്ല, നല്ല ഒരു സ്തോത്രമൊക്കെ പറഞ്ഞ അങ്ങ് കേൾക്കും. വെലങ്ങന്നൂര് കേൾക്കും, ഇവിടെ ഇരുന്നൊരു ഗ്ലോറി പറഞ്ഞ ഇവിടെ ഈ കാട്ടാനെ ഇളകി വന്നപ്പോൾ ഹല്ലേലൂയ പറഞ്ഞ് കാട്ടാനെ അന്നേരം കൊമ്പ് കുത്തിയതാ പെന്തിക്കോസ് ചരിത്രം. ആരോട് പറയാനാ? നിങ്ങൾ കണ്ടിട്ടുണ്ട്, സാറിനൊക്കെ അറിയാം, വണ്ടംമേടി യാക്കോച്ചായൻ. അതാ അദ്ദേഹം ഒറ്റയ്ക്ക് വീട്ടിൽ താമസിക്കുന്നത്. കാട്ടാന വന്നു ഈ തുമ്പിക്കൈ അകത്തോട്ടിട്ട് ഇങ്ങനെ മണം പിടിച്ചേ. അപ്പം ചാക്കോച്ചാന് പിടി കിട്ടി, പരുവക്കേടാന്ന് പറഞ്ഞുള്ള അറിവാ. പുള്ളി ആ തുമ്പിക്കയുടെ അറ്റം പിടിച്ചു അല്ലാന്ന് നല്ല ആക്കോ കൊണ്ട് പറയാൻ അറിയുകയും ചെയ്യാം. അവിടുന്ന് ഒരൊറ്റ ഓട്ടം ആന ഓടിയിട്ട് കൊച്ചറ വന്ന് കൊമ്പ് കുത്തി. വിശ്വാസം ഇല്ല, വൃത്തിയാ ചെയ്യില്ല, നിന്നെ ആന കുത്തട്ടെ. അല്ല പിന്നെ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ഇന്ന് രാത്രി വിശ്വാസമൊന്നും ഇല്ലാത്തതിനെ ആന പിടിക്കട്ടെന്ന്. അല്ല പിന്നെ ചെയ്യാന എടാ, പെന്തിക്കോസ് എന്ന് പറഞ്ഞാൽ ആമേൻ സ്തോത്രം, ഇത് വിശ്വാസത്തിന്റെ വേലയാ. പ്രൈസ് ദി ലോർഡ്. പണ്ട് പുഞ്ചമണ്ണിൽ മാമൻ എന്ന് പറയുന്ന ഒരു ഉപദേശി ഉണ്ടായിരുന്നു. പുഞ്ചമണ്ണിൽ മാമൻ ഉപദേശി അദ്ദേഹം ഒരിക്കൽ നടന്നു പോയപ്പോൾ 2 വശവും വലിയ കയ്യാലയാ, ചെറിയ വഴിയാ. അതിന് തൊണ്ടെന്നാ പറഞ്ഞ തൊണ്ട്, തേങ്ങയുടെ തൊണ്ടല്ലേ, ഓരോ നാട്ടിൽ ഓരോ പ്രയോഗമാണല്ലോ. അപ്പം വലിയ കയ്യാല അപ്പുറം ഇപ്പറയും. പുഞ്ചമണ്ണിൽ മാമൻ അങ്ങോട്ട് നടന്നു ചെന്നപ്പോൾ ഒരു വെട്ടുപോത്ത് ഫ്രണ്ടിൽ വന്ന് നിൽക്കുക. പുറകോട്ട് ഓടിയാൽ പോത്ത് പുറകെ വരും, മുന്നോട്ട് ചെന്നാൽ പോത്ത് കുത്തും. കയ്യാലെ ആയതുകൊണ്ട് കയറാനും ഒക്കത്തില്ല. അപ്പൊ പഴമക്കാര് പറഞ്ഞുള്ള പുഞ്ചമണ്ണിൽ മാമച്ചൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, പോത്തും നിന്റെ വക, മാമനും നിന്റെ വക, നീ അത്ഭുതം ചെയ്യണം. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പോത്ത് പുറകോട്ടങ്ങ് പോയെന്ന്, മാമൻ മുമ്പോട്ടും പോയി. വിശ്വസിക്കത്തില്ലെന്ന് എനിക്കറിയാം, ഒരു വിശ്വാസം ഇല്ലാതെ വന്നിരിക്കുക. ഇനിയിപ്പം പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നും. ആരെങ്കിലും വിശ്വസിക്കട്ടെ. ഇതൊക്കെ അനുഭവിച്ചവരുണ്ട്. ദൈവത്തിന്റെ മഹത്വം. കാശിന്റെ മുഷ്കു കൊണ്ടല്ല വേല വളർന്നത്, പൊളിറ്റിക്കൽ ബലം കൊണ്ട് വളർന്ന വേലയല്ലിത്, കായബലം കൊണ്ടുണ്ടായ വേലയല്ല, വിശ്വാസ വീരന്മാരാൽ ഉണ്ടായ വേലയാ. ആമേൻ, പ്രൈസ്. ആമേൻ. മൂർഖം പാമ്പ് കൊത്തി പ്രാർത്ഥിച്ചു, മരുന്നെടുത്തില്ല, പാമ്പ് ചത്തു. അമ്മ എത്ര നാൾ ജീവിച്ചാ പിന്നെ മരിച്ചേ? സ്തോത്രം. എത്ര അല്പം. നിങ്ങൾക്ക് ഇപ്പം മൈക്ക് എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാ ഞാൻ 1-2 കാര്യം പറഞ്ഞ്. ഈ മൈക്ക് നിങ്ങളുടെ കയ്യിൽ തന്നാൽ നിങ്ങൾക്ക് വെളുക്കുവോളം പറയാൻ സാക്ഷ്യമുണ്ട്. ആമേൻ, സ്തോത്രം. ആമേൻ, കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. അന്ത്യകാലം വന്നടുത്തു പെന്തക്കോസ്തിൻ വേലയാന്, അന്ത്യകാലം വന്നടുത്തു പെന്തക്കോസ്തിൻ വേലയാന്, ചന്തമോടെ സേവ ചെയ്ത സ്വന്തം നാട്ടിൽ പോയിടാമേ, ചന്തമോടെ സ്വന്തം നാട്ടിൽ പോയിടാമേ, വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. ഓ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. ഓ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. അതാ പെന്തക്കോസ്ത്. അപ്പോൾ ആരംഭകാലത്ത് തീക്ഷണതയോടെ നിന്ന് ഇവർക്ക് കാലക്രമേണ ക്ഷീണമായി മന്നത. അതാണ് 6:12. അങ്ങനെ നിങ്ങൾ മന്നതയുള്ളവരാകാതെ. ഒന്നുകൂടെ വായിച്ചോ, 6:12. അങ്ങനെ നിങ്ങൾ മന്നതയുള്ളവരാകാതെ. അങ്ങനെ നിങ്ങൾ മന്നതയുള്ളവർ ആകാതെ, മന്നതയുള്ളവരാകരുത്. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ഇവര് ക്ഷീണിച്ചു. ഇനി 12 വായിച്ചോ. 12 ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ. അപ്പൊ കൈ തളർന്നു, കാല് കുടഞ്ഞു. ക്ഷീണിച്ചതിന് തെളിവാ. ഒന്നും മന്നത, പിന്നെ കൈ തളർന്നു, കാലും കുടഞ്ഞു, ക്ഷീണിച്ചു. ഇങ്ങനെ ക്ഷീണിച്ച് മടുത്ത് നിരാശപ്പെട്ട ഇവരെ ഉറപ്പിച്ച് വിശ്വാസത്തിൽ നിലനിർത്തുവാൻ എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. അതുകൊണ്ട് ഇവരോട് പറയുക, നിങ്ങൾ വിട്ടുപോകുന്നത് മണ്ടത്തരമല്ല, ഉപേക്ഷിച്ചത് അബദ്ധമല്ല, വേണ്ടാന്ന് വെച്ചത് വിഡ്ഢിത്തമല്ല. നിങ്ങൾ വിട്ടതിനേക്കാൾ, ഉപേക്ഷിച്ചതിനേക്കാൾ, വേണ്ടെന്ന് വെച്ചതിനേക്കാൾ ശ്രേഷ്ഠമേറിയ സ്ഥലത്താ വന്ന് നിൽക്കുന്നത്. നിങ്ങൾ മടുത്തു പോകരുത്, മന്നത പിടിക്കരുത്, ക്ഷീണിക്കരുത്. എല്ലാവരിലും ശ്രേഷ്ഠനായ ഒരുവനുണ്ട്. അവനെ സൂക്ഷിച്ചു നോക്ക്, ശ്രദ്ധിച്ചു നോക്ക്. ഇവൻ എത്ര മകാനെന്ന് നോക്ക്. പ്രൈസ് ദി ലോർഡ്. അതെ, ഓരോ അധ്യായത്തിലും പൗലോസ് യേശുവിന്റെ ശ്രേഷ്ഠത തെളിയിച്ച് ഞാൻ സമയത്ത് ഭയപ്പെടും. ഇന്ന് കൃത്യം 9 മണിക്ക് നിർത്തും. ചിലർക്ക് എന്നെ പറ്റി ഒരു ധാരണയുണ്ട്, അയാൾ സമയത്തും കാലത്തും ഒന്നും നിർത്തുകയല്ലെന്ന. അത് ഞാൻ ഇന്ന് കാണിക്കാം. നാളെ ഒരാൾ പറഞ്ഞു അയാൾക്ക് വിവരമൊന്നും ഉള്ളവനല്ലെന്ന് പറഞ്ഞു. അത് ശരിയാ, അത് ഞാനും അംഗീകരിക്കുന്ന എല്ലാവർക്കും അറിയാം. വിവരമില്ലാത്ത എന്നെ ഇങ്ങനെ നടത്തുന്നതിനായിട്ടും സ്തോത്രം.
അല്ല, എല്ലാവരും വിവരമായാലും എല്ലാ കാര്യവും പറയത്തുമില്ല. വിവരദോഷി ഒരാളുള്ളത് കൊണ്ടാണ് ചില കാര്യങ്ങളെങ്കിലും തുറന്ന് പറയും. പിന്നെ അതുകൊണ്ട് വിവരം ഇനി അധികം വേണ്ടി, ഉള്ള വിവരം മതി. അപ്പം അതുകൊണ്ട് കൃത്യസമയത്ത് ഇന്ന് അങ്ങ് യോഗം നിർത്തും. 9 ആകുമ്പോൾ യോഗം നിർത്തും. എനിക്ക് തന്നിരിക്കുന്ന ഈ വാച്ചിലാണ്, ഈ വാച്ച് കറക്റ്റാന്നേ. അപ്പോൾ ഓരോ അധ്യായത്തിലും യേശുവിൻ്റെ ശ്രേഷ്ഠത അങ്ങോട്ട് തെളിയിച്ച് നിങ്ങൾക്കറിയാം, എബ്രായ ലേഖനം 11-ാം അധ്യായം വിശ്വാസവീരന്മാരുടെ പട്ടികയാണ്. വിശ്വാസവീരന്മാരുടെ പട്ടിക. ആ പട്ടികയിൽ ഹാബേൽ മുതലുള്ള വിശ്വാസവീരന്മാരെ പൗലോസ് കൊണ്ട് നിരത്തുക. വിശ്വാസത്താൽ യാഗം കഴിച്ച ഹാബേല്, അവന് സ്തോത്രം മാത്രമല്ല, വിശ്വാസത്താൽ ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്ക്, വിശ്വാസത്താൽ പ്രസംഗിച്ച നീതിപ്രസംഗി നോഹ, അവൻ മാത്രമല്ല വിശ്വാസത്താൽ യാത്ര പുറപ്പെട്ട അബ്രഹാമിന്റെ സഹധർമ്മിണി സാറ. ഇങ്ങനെ ചിലരെ പറ്റിയാണ് 12 വരെയുള്ള വാക്യത്തിൽ ഇസഹാക്കിനെ പരാമർശിച്ചിട്ടുണ്ട്. ഇവരെ പറ്റി എല്ലാം പറഞ്ഞു. എന്നിട്ട് 13-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറഞ്ഞ ഭാഗമാണ് ഇവരെല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ടു. അപ്പൊ ഇവരെല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ടു. എന്തവാ കണ്ടെന്ന് 10-ാമത്തെ വാക്യത്തിലുണ്ട്. കണ്ടത് എന്നതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളും ഉള്ളതുമായ ഒരു നഗരം, അതായത് ഇവരെ ദൂരത്ത് നിന്ന് കണ്ടത്. ഇന്ന് രാത്രി നമ്മുടെ കാഴ്ചപ്പാട് നിത്യതയെ പറ്റിയുള്ളതായിരിക്കണം. ഇവിടെ കാണുന്നതിനെ പറ്റി കണ്ടും കേട്ടും കണ്ണുമൊക്കെ അത് മയങ്ങി ഇവിടെ ഉള്ളതിനൊന്നും കണ്ട് മയങ്ങരുത്. നിന്റെ അകക്കണ്ണ് തുറന്ന് ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ച ഒന്നുണ്ട്. അത് കണ്ടേച്ച് വേണം പോകാൻ. ആ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ ഓർപ്പിക്കുക. ദൂരത്ത് നിന്ന് ഇവർ കണ്ടു. നിങ്ങൾ ഈ പുസ്തകം പഠിച്ചാൽ, തിരുവചനം പഠിച്ചാൽ, ദൂരത്ത് നിന്ന് കണ്ട ചില കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തി. എല്ലാം പറയാൻ ഇന്ന് മുതിരുന്നില്ല, ഒക്കെ ആണേ നാളെ പറയാം. അപ്പം ഇന്ന് കൃത്യസമയത്ത് നിർത്തും. അപ്പോൾ ദൂരത്ത് നിന്ന് കണ്ട ചില കാര്യങ്ങൾ. ഒന്ന്, എന്തുവായി ദൂരത്ത് നിന്ന് കണ്ടത്? ഇവർ കണ്ടത് ആ ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരമാണ്. എന്നാൽ ദൂരത്ത് നിന്ന് കണ്ട ചില കാര്യങ്ങൾ പുസ്തകത്തിലുണ്ട്, നിങ്ങൾക്കറിയാം. എന്തുവകയായി ദൂരത്ത് നിന്ന് കണ്ടത്? വായിച്ചവനെ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. ദൂരത്ത് നിന്ന് കണ്ട കാര്യങ്ങളിൽ ഒന്ന്, ലൂക്കോസ് 15-20. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്നു. പശ്ചാത്തലവും ചരിത്രവും ഒക്കെ നിങ്ങൾക്കറിയാം. ധാരാളം പ്രസംഗവും കേട്ടിട്ടുണ്ട്. ഇത് വീട് വിട്ടുപോയ ധൂർത്തുപുത്രനെ പറ്റിയ. എനിക്ക് യവനോടൊരു ബഹുമാനം. ഒത്തിരി കാര്യം പറയേണ്ടതുണ്ട്. നിങ്ങൾ നന്നായിട്ട് ഇതൊക്കെ പറയുന്ന ആൾക്കാരാ. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഞാൻ പറയുന്ന ഒക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുക. അതെനിക്കറിയാം. ഇനി നിങ്ങൾ തിരിച്ചു പോകുമ്പോഴും പറയാം അത് അങ്ങനല്ലായിരുന്നു പറയേണ്ടത്. അതും നിങ്ങൾ പറയുമെന്ന് എനിക്കറിയാം. എന്നെ കൊണ്ട് ഇത്രയൊക്കെ ഒക്കുള്ളൂ. അപ്പൊ എനിക്ക് ഈ ധൂർത്തപുത്രനെ പറ്റി ഒരു എല്ലാവരും അവനെ അങ്ങ് ആക്ഷേപിക്കുക. അവൻ അങ്ങനെയാണ്, എപ്പിടിയാണ്, അപ്പിടിയാണ്. ആയിക്കോട്ടെ, എനിക്ക് ഇവനോടൊരു ബഹുമാനം. അല്ല, ഞാൻ പറയുന്നത് ന്യായമായെന്ന് നിങ്ങൾ യോജിച്ചാൽ മതി. എനിക്ക് ഇവനോട് ഇവനെല്ലാവരും അങ്ങ് പ്രസംഗിക്കുന്നവരല്ല ഇവനെ ആരംഭത്തിൽ ആക്ഷേപിച്ചാ പറയുന്നത്. അവൻ അങ്ങനെ പോയി, ഇങ്ങനെ പോയി, അപ്പിടി ഇപ്പിടി. അവൻ ദൂരോട്ടൊക്കെ അവൻ പോയ സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. ബോംബെയിലാന്നോ ഇനി മറീന ബീച്ചാന്നോ എവിടാന്നോ എങ്ങാണ്ടൊക്കെ ഇവനങ്ങ് പോയി. അതവിടെ നിൽക്കട്ടെ. എനിക്ക് ഇവനെ പറ്റി ഒരു ബഹുമാനം, ഇവനോടൊരു ഒരു താല്പര്യം. ഇവനൊരു മര്യാദക്കാരനാണ്. മര്യാദ. അതിന് കാരണം ഇവൻ ഈ അപ്പനോട് ചെന്ന് പറഞ്ഞ, അപ്പ വസ്തുവിൽ എനിക്ക് വരേണ്ട പങ്ക്. അങ്ങനല്ലേ മോനെ? വായിച്ചേ, എന്നെ നോക്കിയിരിക്കാതെ അതൊന്ന് വായിച്ചു തന്നെ. പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ആയിക്കോട്ടെ, അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പ വസ്തുവിൽ എനിക്ക് വരേണ്ടത്. ഇവന് മര്യാദക്കാരനാണ് കേട്ടോ. ഇവൻ ചെന്ന് അപ്പനോട് പറയാം, അപ്പ വസ്തുവിൽ എനിക്ക് വരേണ്ടത് എന്ന് പറഞ്ഞ, എനിക്ക് ചേട്ടൻ്റെ ഒന്നും, ചേട്ടൻ്റെയും ചേട്ടത്തിയുടെയും അനിയത്തിയുടെയും അപ്പൻ്റെയും അമ്മയുടെയും വസ്തു അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ
നിനക്ക് സുഖം വരികയല്ല. അത് പട്ടിക്കാട്ടാന്നേലും കൊള്ളാം, വെലങ്ങന്നൂരാന്നേലും കൊള്ളാം, ആൽപ്പാറയുള്ള മിടുക്കനാന്നേലും കൊള്ളാം. നീ സഹോദരങ്ങളത് വല്ലതും അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ സ്വത്രം ഒന്നും പറയണ്ട, എഴുന്നേറ്റ് പോകുകയും വേണ്ട. എത്താം, ഉടനെ നിർത്താം, ബാക്കി നാളെ. അല്ല, അങ്ങനെ വസ്തു അടിച്ചു മാറ്റുന്ന ആൾക്കാർ അപ്പം ശ്വാസം പോകാറെങ്കിൽ പിന്നെ അപ്പച്ചനുണ്ട്, അപ്പച്ച ഓട്സ് വേണോ? ഈ തന്ത നേരത്തെ ജീവനുള്ളപ്പോ ഇവൻ ആ ഏരിയയിൽ ചെന്നവനല്ല. അപ്പൻ ഊർത്ത ശ്വാസം വലിച്ചു കിടക്കുമ്പോൾ അമ്മ ഓട്സുമായിട്ട് വരിക. അപ്പച്ച ആപ്പിൾ വേണോ? അയാൾക്ക് മിണ്ടാൻ പോലും വേല. മേടിച്ചോണ്ട് വരുന്ന അവന് ആപ്പിൾ അവനും വെമ്പളും തന്നെ തിന്ന് തീർക്കുക. അപ്പച്ച പൂവമ്പഴ വരണം, ചെറുപഴം തിന്നാൻ കെൽപ്പില്ലാതെ കിടക്കുക. അന്നാരാ അതിന്റെ പൂവൻ? എന്തിനാ ഇവൻ പൂവമ്പഴവും ആപ്പിളും മുന്തിരിങ്ങ എല്ലാം മേടിച്ചോണ്ട് വന്നേ? അയ്യോ, ഇവൻ കള്ളയാധാരം ഒപ്പിക്കാൻ വന്നവനാ. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പം ജീവിച്ച് പോകാൻ ഇങ്ങനെ കിടക്കുമ്പോ തള്ളവരൽ പിടിച്ച് അമുക്കി കള്ളയാധാരം ഉണ്ടാക്കി വെണ്ടറ കുഞ്ഞുഞ്ഞിനെയും കയ്യിലെടുത്തേ. ചാകുന്നതിന് മുന്നേ കള്ളയാധാരം ഉണ്ടാക്കിയ ഏതെങ്കിലും ഒരുത്തൻ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ നിനക്ക് ഗുണം വരികയല്ല, സന്തതിക്ക് ഗുണം വരികയല്ല, മിക്കവാറും നാളെ യോഗത്തിനും വരികയല്ല. ചിന്തിക്കും, എടാ ഇങ്ങനെയാന്നേ അങ്ങോട്ട് പോകാതിരിക്കുന്നതാ. എനിക്കിപ്പോൾ ആളൊന്നും അധികം വരണമെന്നില്ല. കാരണം കോവിഡിൻ്റെ സമയത്ത് 3-4 പേരെയും വെച്ച് യോഗം നടത്തിയതാ. അപ്പം അത് ദൈവം ശീലിപ്പിച്ചത് കൊണ്ട് നിങ്ങൾ നാളെ കാണുമല്ലോ. ആ മതി, പിന്നെ ഞാനിവിടെ ഇങ്ങോട്ട് നോക്കി അങ്ങ് പ്രസംഗിക്കും, അല്ല വേറെ തന്നെ. ഒരു കാര്യം സകലരോടും പറയാം, അമ്മ സഹോദരനോ സഹോദരിക്കോ ജ്യേഷ്ഠനോ ജ്യേഷ്ഠത്തിക്കോ അനിയനോ പെങ്ങക്കോ കൊടുക്കാനുള്ളതെല്ലാം നീ കൊടുത്തോണം. നീ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ, കള്ളയാധാരം ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിനക്ക് വരേണ്ടാത്തതും കൂടെ നീ ചൂഷണം ചെയ്ത് സൂത്രത്തിലെടുത്തെങ്കിൽ, ബേബിക്കുട്ടി നിനക്ക് ഗുണം വരികയില്ല, സന്തതിക്ക് ഗുണം വരികയില്ല. ഇന്ന് രാത്രി സ്തോത്രം നീ ചെന്ന് അതിന് ക്രമീകരണം വരുത്തി ആ വിഷയത്തിൽ നിരപ്പുണ്ടാക്കണം. എന്നാ വെച്ചാൽ നീ ബന്ധിക്കോസിക്കാരെന്ന് വെച്ചാൽ തമ്പാരെല്ലാം കൂടെ തല്ലിപ്പെട്ട് ഇപ്പൊ കൊല്ലം നിന്നെ ചാകുമെന്ന് പറഞ്ഞില്ല. നീ ചുമ്മാത് ഉള്ളാന്നല്ലാതെ, നിന്റെ ഇടുപ്പ് തേയാന്നല്ലാതെ മേരി നിനക്കൊരു ഗുണം വരികയല്ല, നിന്നെ മൂരി കുത്തും. മനസ്സിലാകുന്നോ? നമ്മുടെ കൈ വെടിപ്പായിരിക്കണം. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എനിക്കറിയാം, അപ്പനെ അമ്മയെ അന്വേഷിക്കാതെ വസ്തുഭാഗം ഉടമ്പടി വെക്കുമ്പം മേടിക്കാൻ വരുന്ന ബിരുദന്മാരുണ്ട്. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ വെള്ളം പോലും കൊടുക്കുകയല്ല. ഇപ്പൊ അങ്ങനല്ലേ മരണ വീട്ടിലൊക്കെ മാതാപിതാക്കള് ജീവിച്ചിരിക്കുമ്പം അവരെ ശുശ്രൂഷിക്കത്തില്ല, അടുത്ത് ചെല്ലത്തിലൊന്നും നോക്കുകയില്ല. ചത്ത് കഴിയുമ്പോൾ എല്ലാം കൂടെ അപ്പൻ്റെ അമ്മയുടെ ഫോട്ടോ ഉള്ള മതിലേലും പോസ്റ്റാലും എല്ലാം. സ്തോത്രം. ചാച്ചി നിത്യതയിൽ ഒരു ഫോട്ടോയും. ഈയിടെ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ കാണാം, പൂക്കളെല്ലാം കൂടെ കൊണ്ടങ്ങോട്ട് വെച്ചിട്ട് തലയെവിടാ കാലെവിടാന്നറിയാൻ മേല. ഈയിടെ ഞാൻ അടക്കത്തിന് ചെന്നപ്പോൾ ഞാൻ കാലിൻ്റെ എവിടോട്ടാ ചെന്നത്. അപ്പം പറഞ്ഞു, അച്ഛ തല കാണാനാ ചെന്നത്, പക്ഷെ പൂക്കളായത് കാരണം തല എവിടാ കാലെവിടാ. കാലിന് ചെന്നപ്പോൾ അച്ഛ അത് കാലിൻ്റെ ഭാഗമാ, തല എവിടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ തിരിച്ച് നടന്ന് വന്നപ്പോൾ ഇച്ചിരി കണ്ടു, മുഴുവൻ അങ്ങ് പൂക്കളാ. കാശുണ്ട് ഇഷ്ടം പോലെ. എനിക്ക് പലരെ അറിയാം, ജീവിച്ചിരുന്നപ്പോൾ ഇത് പലരും അപ്പനെ അന്വേഷിക്കുകയോ ശുശ്രൂഷിക്കുകയോ ചെയ്തവരല്ല. എടാ, ജീവിച്ചിരിക്കുമ്പോൾ ഒരു റോസാപ്പൂ കൊണ്ട് കൊടുക്കുക. അപ്പനാന്നേ അമ്മയാന്നേ അത് മണക്കും, മണച്ചേച്ച് മുത്തും. അതിൻ്റെ എതള് പൊഴിഞ്ഞാലും കളയത്തില്ലയോ. എൻ്റെ മോൻ തന്നതാ, മോള് തന്നതാ. ലാസ്റ്റൊരു കമ്പ് വന്നാലും കളയുകയല്ല. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ നീ മിണ്ടുകയില്ല, മുറുങ്ങലിക്കയില്ല, അടുത്തും ചെല്ലുകയില്ല, അന്വേഷിക്കത്തുമില്ല. ചത്ത് കിടക്കുമ്പം ഈ തൃശ്ശൂർ കിടക്കുന്ന പൂവെല്ലാം കൂടെ കൊണ്ട് തന്തയുടെ നെഞ്ചത്ത് വെച്ചിട്ട് എന്തോ ഗുണം വരാനാ നിനക്ക്? ഉണർവെല്ലാം പോയെന്ന് തോന്നുന്നു. പോകുന്ന ഇതാന്നേ പോകുന്ന നല്ലത്. ജീവിച്ചിരിക്കുമ്പോൾ അപ്പനും അമ്മയ്ക്ക് ഒരു തോർത്ത് കൊണ്ട് കൊടുക്കേ, ഒരു കുറിയോണ്ട് കുളിച്ച് തോർത്തുക. അമ്മയാന്നെ മറയ്ക്കും. ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേ. ജീവിച്ചിരിക്കുമ്പോൾ ഒരു തൂവാലയ്ക്ക് പോലും ഗുണം വരുത്താത്തവൻ ചത്ത് കഴിയുമ്പോൾ അവനും പെമ്പളെ അവൻ്റെ വീട്ടുകാരെല്ലാം കൂടെ വന്ന്, ഞാൻ കൊണ്ടുവന്ന തുണി വേണം അമ്മയുടെ നെഞ്ചത്തിടാ. എന്തിനാടാ ഇങ്ങനെ നെഞ്ചത്തിടുന്നത്? ഒരു ഗുണവുമില്ല. സ്തോത്രം. ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ടത് ചെയ്യണം. ഞാൻ ഇന്ന് രാത്രി അങ്ങ് നിർത്തുക. ആമേ, അന്യായമായിട്ടൊന്നും നിന്റെ കയ്യിൽ വരരുത്.
നിന്റെ കൈ, എൻ്റെ കൈ വെടിപ്പാടിക്കണം. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും, വ്യാജത്തിന് മനസ്സും വെക്കരുത്. ആമൻ. ഞാൻ ദൈവസന്നിധി കൈ മലർത്തുമ്പോൾ കൈ വെടിപ്പാടിക്കണം. ആമൻ. നമ്മുടെ കയ്യിൽ അകൃത്യം കരുതിയാൽ കർത്താവ് കേൾക്കത്തില്ല. ആമൻ. മറ്റുള്ളവരെ ചതിക്കരുത്, വഞ്ചിക്കരുത്, ഉപദ്രവിക്കരുത്, ചൂഷണം ചെയ്യരുത്. സഹോദരങ്ങൾക്ക് കൊടുക്കാനുള്ള ഓഹരി കൊടുക്കണം. ഒന്നും അന്യായമായിട്ട് സമ്പാദിക്കരുത്. അന്യായമായി സമ്പാദിക്കുന്നവൻ താനിരിക്കാത്ത മൊട്ടമേൽ പൊരുന്നിരിക്കുന്ന സാറ് പാടി. തിത്തിരികളഞ്ഞ മുട്ടയെ പിരികിച്ചിടുമ്പോൾ ലുബ്ധരായോർ ഭൂതനങ്ങളെ, തിത്തിരികളഞ്ഞ മുട്ടയെ പിരികിച്ചിടുമ്പോൾ ലുബ്ധരായോർ ഭൂതനങ്ങളെ, ചേർത്തു കൂട്ടിക്കിട്ടാതനങ്ങളിൽ പൊരുന്നിരുന്ന യവവി ഞാർത്തി നൽകിടും മാമോൻ കുട്ടികളാൽ പുറപ്പെടുന്ന നാഥനെ. എന്നവിട വന്നു ചേരി ഞാൻ മമകാന്ത നിന്നെ വന്നു കണ്ടു വാഞ്ചതീരു. എന്നവിട വന്നു ചേരും ഞാൻ മമകാന്ത നിന്നെ വന്നു കണ്ടു വാഞ്ചതീരുവാ. നമ്മുടെ കൈ വെടിപ്പായിരിക്കണം, കൈ നിർമ്മലമായിരിക്കണം, കയ്യിൽ അകൃത്യമൊന്നും കരുതരുത്. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, കൈ വെടിപ്പായിരിക്കണം. ആദക്കായി മാനസാന്തരപ്പെട്ടപ്പോൾ പറഞ്ഞല്ലോ, യേശുവേ ഒരു കാര്യം നിന്നോട് ഞാൻ തുറന്നു പറഞ്ഞു. നീ എൻ്റെ വീട്ടിൽ വന്നു, ആമൻ, ഞാൻ മാനസാന്തരപ്പെട്ടു. ആദ്യത്തെ പടി പറയാ, ആരോടെങ്കിലും വല്ലതും ചതിവായിട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടി തിരിച്ചു കൊടുക്കുക. അതാ മാനസാന്തരം. സഹോദരന്മാരെ ചതിക്കരുത്, കൂട്ടുവിശ്വാസിയെ ചതിക്കരുത്, കൂട്ടുവേലക്കാരനെ ചതിക്കരുത്, കൂട്ടു ശുശ്രൂഷകന് പാര വെക്കരുത്. ആമൻ. മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്, അന്യായമായിട്ടൊന്നും സമ്പാദിക്കരുത്. ഇന്ന് രാത്രി അങ്ങനെയുള്ള സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെയുള്ളവർക്കും സന്തതിക്കും ഒരു ദോഷവും വരികയില്ല. നിന്നെ ഉയർത്തുന്ന, ആദരിക്കുന്ന, അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്.